ഹായ് ഗായ്സ്, ഞാൻ നൂറാഷാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി കേരള സ്റ്റൈൽ ഫിഷ് കറിയാണ്. അപ്പോൾ വിളമീനാണ് നമ്മളിന്ന് കറി വെക്കാനായിട്ട് എടുക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് കേട്ടോ നമ്മളിന്ന് കറി വെക്കുന്നത്. നല്ല എരിവും നല്ല പുളിയൊക്കെ ചേർന്നിട്ടുള്ള നല്ല അടിപൊളി തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 10 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. 10 ചെറിയുള്ളി വേണം. പിന്നെ വേണ്ടത് ഇഞ്ചി വേണം, പച്ചമുളക് വേണം, വെളുത്തുള്ളി വേണം, അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി കൂടി വേണം കേട്ടോ. ആദ്യം ഞാൻ 10 ഉള്ളി ഇട്ട് കൊടുത്തു, പിന്നെ 3 പച്ചമുളക് ഇട്ട് കൊടുത്തു. ഈ ഒരു വലിപ്പത്തിൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി മാത്രം മതി കേട്ടോ. അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. നമുക്ക് ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു മീൻ കറിയിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല, തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ 2 അല്ലി കുടംപുളി നമ്മൾ വെള്ളത്തിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അത്രയും വെള്ളം എടുക്കുന്നുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മൾ കുടംപുളി ഇട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് വലിയ തക്കാളി ഒന്നും വേണ്ട, ഈ ഒരു വലിപ്പത്തിലുള്ള തക്കാളി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് പൊട്ടി വരണം. ആ ഒരു സമയമാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ എണ്ണയിൽ കിടന്ന് വഴന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് മുളക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കാതിരിക്കും. ഞാൻ അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടത്. തക്കാളിയും വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. ഞാൻ ഇടുന്നില്ല. പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വഴന്ന് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഇടാത്തത്. കാരണം ഈ തക്കാളിയുടെ തൊലി മാറ്റിയിട്ട് വേണം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി അധികമാകാൻ പാടില്ല. 3/4 ടേബിൾ സ്പൂൺ മാത്രം മതി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പുളി തിളപ്പിച്ച വെള്ളം കൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുളി തിളപ്പിച്ച വെള്ളം തന്നെ എടുക്കുക കേട്ടോ. നമ്മൾ പുറമേ നിന്ന് തണുത്ത വെള്ളമൊന്നും ഒഴിക്കാതിരിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിക്കുക കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പുളി ഇങ്ങനെ ഇത്രയും വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഈ മീൻ കറിക്ക് തിളച്ച വെള്ളം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മൾ പച്ചവെള്ളം യൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് കേട്ടോ ഈ പുളി ഇത്രയും വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ചെടുത്തത്. ഇനി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ വഴറ്റിയ എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു. ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. കടുകും ഉലുവയും ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. ഞാൻ അധികം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം അരച്ച് വെച്ചിട്ടുള്ള മസാലകളുടെ കൂട്ടില്ലേ, അത് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം. നമ്മൾ ഈ തിളച്ച വെള്ളം ചേർത്ത് മസാലകളൊക്കെ അരച്ചെടുത്തത് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം അരച്ചെടുക്കാൻ കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ അരച്ചെടുത്തത്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വരണം. ആ ഒരു പരുവത്തിലെത്തുന്നത് വരെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെയും മുളകിൻ്റെയും മഞ്ഞളിൻ്റെയും ഒന്നും കുത്തുമണം നമുക്ക് കിട്ടാതിരിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല എണ്ണ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ തിളപ്പിച്ച് വച്ചിട്ടുള്ള പുളിയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ, തിളച്ച വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഇവിടെ വെള്ളമീനാണ് കഴുകി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ തിളച്ച് കഴിയുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഫിഷ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വിളമീൻ ഈ ഒരു രീതിയിൽ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് ഒരുപാട് വേവൊന്നുമല്ല, ഇതൊന്ന് തിളച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് വേവൊന്നുമില്ല. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ. നമ്മൾ കുടംപുളിയൊക്കെ തിളപ്പിച്ച് ഊറ്റിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് എരിവും പുളിയൊക്കെ ഇതിലേക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കാതിരിക്കുക. ഇതുപോലെ നമ്മൾ ചട്ടി എടുത്ത് ഒന്ന് ചുറ്റിച്ച് വയ്ക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പും മുളകും ഒക്കെ ഒന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ ഓഫ് ചെയ്യാനായപ്പോൾ ഒന്നുകൂടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മളൊരു സംഭവം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ പൊടിച്ചതാണ്, ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ഇത്രയും മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്തൊന്ന് നോക്കാം കേട്ടോ. നമ്മുടെ മീനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം നല്ല കറക്റ്റാണ് കേട്ടോ. പുളിയും ഉപ്പും ഒക്കെ നല്ല കറക്റ്റാണ്, എരിവൊക്കെ നല്ല കറക്റ്റാണ്. നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരാം.